ഹായ് കൂട്ടുകാരെ, ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇതാണ് ലെഗസ്റ്റോമിയ. നല്ല പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണ് ലെഗസ്റ്റോമിയ. ഇതിൻ്റെ 3 വെറൈറ്റീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ റെഡ്, ഈ കാണിക്കുന്ന ഒരു പിങ്ക്, അതുപോലെ തന്നെ ലൈറ്റ് ഒരു വൈറ്റ് കളറിലേക്കും പിങ്ക് കളറിലേക്കും കൂടി മിക്സ് വരുന്ന ഒരു കളർ. അപ്പോൾ നമ്മൾക്ക് ഈ പ്ലാൻസ് വേണ്ടവർ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് മെഡിനില്ല എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. ഇതിൻ്റെ പൂക്കൾ അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ കൊല കുത്തി നിൽക്കുന്ന പ്ലാന്റാണ് ഈ മെഡിനില്ല പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സ്. അതിൻ്റെ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് സൈസ് കണ്ടില്ലേ? നല്ല സൈസായിട്ട് ഒരുപാട് വലിപ്പത്തിൽ പൂക്കൾ ഇങ്ങനെ കൊല കുത്തി ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീവ്സും അതെ ഒത്തിരി വലിയ ലീവ്സ് ആയിരിക്കും വരുന്നത് കേട്ടോ. പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാനും പറ്റുന്ന ഒരു പ്ലാന്റാണ് മെഡിനില്ല. ഇത് അതിൻ്റെ കായകളായതാണ് കേട്ടോ. കായകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ കളറിൻ്റെ ചേഞ്ച് കണ്ടില്ലേ? നല്ലൊരു ഡാർക്ക് റോസ് കളറിലേക്ക് ഇതിൻ്റെ കായകളിലേക്ക് വരും. അതേസമയം ഫ്ലവേഴ്സ് ആണെങ്കിൽ നല്ലൊരു ലൈറ്റ് ബേബി പിങ്ക് കളറിലേക്കാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരിക. കണ്ടോ, നല്ല ഭംഗിയില്ലേ അല്ലേ? അപ്പോൾ കായകൾക്കും ഫ്ലവേഴ്സിനൊക്കെ ഒരേപോലെ ഭംഗി വരുന്ന ഒരു പ്ലാന്റാണ് മെഡിനില്ല പ്ലാന്റ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണെന്ന്. അത്യാവശ്യം സൺലൈറ്റ് ഉള്ളിടത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായി ഗ്രോത്ത് ചെയ്യും. സാധാരണ ചാണകപ്പൊടിയും ബയോ കമ്പോസ്റ്റും ഒക്കെ ഇതിന് വളമായിട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് വലിയ പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മുറ്റത്തൊക്കെ നമുക്ക് ഡയറക്റ്റ് മണ്ണിലേക്ക് നട്ടുവെക്കാനൊക്കെ പറ്റുന്ന ഒരു പ്ലാന്റാണ് മെഡിനില്ല. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെയിനായിട്ട് നമ്മൾ കട്ടിങ്സ് എടുത്തിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇത് ഫ്ലവേഴ്സ് ആവുന്നത് ഈ ഒരു ഹൈറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായി ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഇതൊരു 3-4 പോട്ടിലൊക്കെ നമുക്ക് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് കയറി വരുന്ന സ്റ്റെപ്പിൻ്റെ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഭംഗിയായിരിക്കും കേട്ടോ. ഇത് പോട്ടിൽ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ കാണിച്ചു തരാം. കണ്ടില്ലേ? ഇതുപോലെയായിരിക്കും പോട്ടിൽ വെച്ചത് ഫ്ലവേഴ്സായിട്ട് നിൽക്കുന്ന കാണാൻ. സിറ്റ് ഔട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അട്രാക്റ്റീവായിട്ട് തന്നെ നമ്മുടെ ഈ പ്ലാന്റ്സ് തോന്നിയിരിക്കും. ഇതിൻ്റെ ആ ഫ്ലവേഴ്സും ലീവ്സും തമ്മിലുള്ള കോമ്പിനേഷൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗിയുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഒരു പോട്ടിൽ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ മൊട്ട് കണ്ടോ? ഇതിങ്ങനെ തളിർപ്പിൽ നിന്ന് ഇങ്ങനെ കൊല കുത്തി മൊട്ടായിട്ട് വരും. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. കണ്ടോ? ഈ ഒരു സൈസ് വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ജിഫി ബാഗിൽ നട്ടിട്ടുള്ള നല്ല പോലെ ഇത് കണ്ടോ റൂട്ടൊക്കെ വന്നിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇത്. ജസ്റ്റ് നിങ്ങൾ ഇതേപടി നിങ്ങളുടെ പോട്ട് മിക്സിലേക്ക് നട്ടു വെച്ചാൽ മാത്രം മതി. ജിഫി ബാഗ് പൊട്ടിക്കണമെന്നില്ല. ഒരു 2 മാസം കൊണ്ട് തന്നെ ജിഫി ബാഗ് തന്നെ അഴുകി പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈ സാപ്ലിങ്സിന് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതേ സൈസിലായിരിക്കും തൈകളും വരുന്നത്. ഇനി ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. വലിയ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം പൂവാകാനായ പ്ലാന്റ് തന്നെ. അപ്പോൾ കൊറിയർ ചാർജ് കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 380 രൂപയാണ് കേട്ടോ. 380 രൂപയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന മെഡിനില്ലേൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ്. നമ്മൾ ആദ്യമേ കാണിച്ചത് മെഡിനില്ലേൻ്റെ നോർമൽ വെറൈറ്റീസാണ്. നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റിയാണ്. പക്ഷേ ഈ മെഡിനില്ല പ്ലാന്റ്സിൻ്റെ മിനിയേച്ചർ നമുക്ക് എപ്പോഴും അവൈലബിൾ അല്ല. വളരെ റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇതിൻ്റെ മിനിയേച്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലീവ്സും ഫ്ലവേഴ്സും കാണുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ ഫ്ലവേഴ്സ് ലീവ്സും വളരെ ചെറിയതായിരിക്കും കേട്ടോ. നമ്മൾ ആദ്യമേ കാണിച്ച വളരെ വലുതാണെങ്കിൽ മിനിയേച്ചറിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സൈസും അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ സൈസും ലീവ്സിൻ്റെ സൈസും ഒക്കെ ചെറുതായിരിക്കും. ഇതിൻ്റെ പൂക്കൾ കണ്ടാൽ ശരിക്കും ഒരു മുന്തിരിക്കൊല പോലെ തോന്നും കേട്ടോ. അത്രയുണ്ട് അതിൻ്റെ വലിപ്പവും. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു അരിമണി വിതറിയ പോലെയുള്ള പൂക്കളും നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്കിതുപോലെ ഒരു പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അട്രാക്റ്റീവായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഈ മെഡിനില്ലേൻ്റെ മിനിയേച്ചറും. മിനിയേച്ചറിൻ്റെ ഫ്ലവേഴ്സ് കണ്ടില്ലേ? വളരെ കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരിക്കും. അരിമണി തൂകിയ പോലെ ഒരു ഈ മുന്തിരിക്കൊല പോലെ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ മെഡിനില്ലേൻ്റെ മിനിയേച്ചർ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്കിപ്പോൾ ഈ മെഡിനില്ലേൻ്റെ മിനിയേച്ചർ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇതിനിങ്ങനെ ഫ്ലവേഴ്സ് ആയതാ ഇതുപോലെ പോട്ടിൽ നിൽക്കുന്നതാണ്. അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പം ഈ മെഡിനില്ല മിനിയേച്ചറിൻ്റെ റേറ്റ് വരുന്നത് 600 രൂപയാണ് കേട്ടോ. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ് നമ്മൾ തരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് മെഡിനില്ല പ്ലാന്റ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പം മെഡിനില്ലേൻ്റെ നോർമൽ വെറൈറ്റീസിൻ്റെ സാപ്ലിങ്സും അതുപോലെ തന്നെ പൂക്കളാകാനായ പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മെഡിനില്ലേൻ്റെ മിനിയേച്ചർ വെറൈറ്റീസ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഈ മിനിയേച്ചറിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഏതാണോ പ്ലാന്റ് വേണ്ടത് അത് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.